அம்மா இல்லே ஷூட்டிங் போயிருக்கு பின்னாடி போங்க அம்மா இல்லே ஷூட்டிங் பண்ண உள்ளே போலே पीछे जाओ गेट छोड़ो ना पीछे गेट छोड़ो रास्ता छोड़ो ना गेट छोड़ो पीछे जाओ കാലൊക്കെ ചവിട്ടി നശിപ്പിക്കുമല്ലോ മരെ रास्ता छोड़ो अच्छा है परवाले गेट छोड़ो ना मैं बोलता पीछे जाओ എക്സ്ക്യൂസ് മീ അശ്വതി ഇല്ലേ ഇവിടെ ഉണ്ടല്ലോ ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കാണുമായിരുന്നല്ലോ ആരാണെന്ന് പറയണം ഫിലിം ന്യൂസിൽ നിന്ന് കുമാറാണെന്ന് പറയും ശരി ഹലോ കുമാർ ഹലോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉണ്ടല്ലോ ഗേറ്റിൽ രസികർ മന്ത്രമായിരിക്കും അല്ലേ എന്താ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ വല്ല കണ്ണുണ്ടോ എന്താ ഉണ്ടായിക്കൂടുന്നുണ്ടോ ഞാനും 3-4 ഭാഷയുള്ള തിരക്കുള്ള നായിക തന്നെയാ അതുകൊണ്ടല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരെ ഗതിയൊക്കെ അറിയാലോ അതുകൊണ്ട് ചോദിച്ചാ ആ അത് പോട്ടെ തെലുങ്കിലും തമിഴിലൊക്കെ ബിസിയാന്ന് വെച്ച് അരങ്ങേറ്റം നടത്തിയ മലയാളത്തെ മറന്നു കളയരുത് ഒരിക്കലും ഇല്ല ഓൾറെഡി 1-2 പടത്തിന് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം അടുത്ത ആഴ്ച തന്നെ തുടങ്ങും ഞാൻ അറിഞ്ഞു ഡയറക്ടർ വിമൽ കുമാറിന്റെ പടമല്ലേ അതെ എവിടെയാ എന്റെ ലൊക്കേഷൻ കേരളത്തിലാ ഓ കേരളത്തിലാണല്ലേ ആരാ നിന്റെ പ്രൊഡ്യൂസർ ഒരു ഔസേപ്പച്ചൻ പുതിയ ആളാ ഓ ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ എന്താ പ്രൊഡ്യൂസർ മോഹനുമായി അശ്വതിയുടെ വിവാഹം അടുത്തുണ്ടെന്ന് കേട്ടു ശരിയാണോ ശരിയാണ് പക്ഷേ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല വിവാഹം കഴിഞ്ഞാലും അഭിനയം തുടരുമോ തീർച്ചയായും അക്കാര്യത്തിൽ മോഹൻ യാതൊരു എതിർപ്പുമില്ല രക്ഷപ്പെട്ടു ഞാൻ കരുതി ഒരു നായയോട് നഷ്ടപ്പെടുമെന്നു നേരത്തെ ഇറങ്ങിയതാ പക്ഷെ കണ്ടുമുട്ടണ്ടേ തരാനായിട്ട് വമ്പൻ മാർ ഒളിവിൽ സുപ്രസിദ്ധ നായിക അശ്വതി തന്റെ സിനിമാ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ പച്ചയായി വിവരിക്കുന്നു ഇരുകാലികളുടെ ലോകം ഇന്ന് രാവിലെയും എഡിറ്റർ വിളിച്ചിരുന്നു ഈ പരസ്യം വന്നതിന് ശേഷം ഓഫീസിലേക്ക് വരുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇതിനെ കുറിച്ചാണെന്ന് ചിലർക്ക് ആരെയൊക്കെ കുറിച്ചാണെന്ന് അറിഞ്ഞാൽ മതി ആരെ കുറിച്ചാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് വേണ്ടേ അവരോട് പറയാൻ ആ അത് പറയാനാ ഞാൻ കുമാരനോട് വരാൻ പറഞ്ഞത് അടുത്ത മാസത്തെ ഇഷ്യൂ എന്നാ ഇറങ്ങുന്നത് ഈ മാസം 28-ാം തീയതി പറഞ്ഞു ഞാൻ എന്റെ ആർട്ടിക്കിളിന്റെ ആദ്യത്തെ മാറ്റർ തന്നാൽ അതിൽ ചേർക്കാൻ സാധിക്കുമോ അയ്യോ അത് ബുദ്ധിമുട്ടാവുമല്ലോ ഇനി 10-12 ദിവസമല്ലേ ഉള്ളൂ അതിൽ വരണം അത്യാവശ്യമാണ് എത്ര ബുദ്ധിമുട്ടായാലും ശരി എന്താ ഇത്ര അത്യാവശ്യം ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിശ്വത്തിന്റെ കല്യാണക്കുറിയല്ലേ അതെ അയാളെ കുറിച്ച് തന്നെയാണ് മാറ്ററും എന്റെ ആത്മസുഹൃത്തായിരുന്ന നടി രേഖ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ കുമാറിന് അറിയാമല്ലോ അത് ജനങ്ങൾ കൂടി അറിയണം വെറും ഗോസിപ്പല്ല എന്റെ പക്കൽ തെളിവുകളുണ്ട് അത് വേണോ വിശ്വത്തിന്റെ കല്യാണം നിശ്ചയിച്ച സ്ഥിതിക്ക് വേണം അയാളെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി അയാളുടെ പൂർവ്വകാല ചരിത്രം കൂടി അറിഞ്ഞിരിക്കണം എന്റെ റിസ്കിൽ പബ്ലിഷ് ചെയ്താൽ മതി അതിനെ ചൊല്ലി ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റു ഭയമാണെങ്കിൽ വേണ്ട നട്ടലുള്ള പത്രക്കാർ ഇവിടെ വേറെയുണ്ട് അയ്യോ അതല്ല ഞാൻ ആലോചിച്ചത് സമയക്കുറവിന്റെ പ്രശ്നമാണ് ഏതായാലും ഞാൻ എഡിറ്ററോടൊന്ന് സംസാരിക്കട്ടെ ഇവിടുന്ന് വിളിക്കാം ഹലോ യെസ് കുറുപ്പ് ഹിയർ അതേടോ എഡിറ്റർ കുറുപ്പ് തന്നെ കുമാറാണോ മദ്രാസിൽ നിന്നോ
STD കട്ടിയിടോ. ഛേ, തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ STD വിളിക്കരുന്ന്. എടോ, കാശ് കൊടുക്കണ്ടേ ഞാനാ. പോസ്റ്റ് ഓഫീസിൽ നിന്നല്ലേ, കാശ് കൊടുക്കേണ്ടതല്ലേ? എന്നാലേ നമുക്ക് സാവകാശം സംസാരിക്കാം. എന്താടോ കുമാര കാര്യം? അശ്വതിയുടെ ഇരുകാലിയുള്ള ലോകം ഈ ലക്കത്തിൽ തന്നെ തുടങ്ങണം. എന്താടോ മാറ്റർ? നടൻ വിശ്വത്തെ കുറിച്ചോ, നടി രേഖയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ചോ? എടോ രാജകുമാര, അവൻ സൂപ്പർ സ്റ്റാറാ. നമ്മൾ വല്ലതൊക്കെ അടിച്ചു വിട്ടാലേ അവസാനം കോടതി കയറി ഇറങ്ങേണ്ടി വരും. തൽക്കാലം എനിക്കതിന് സമയമില്ല. തന്നെയുമല്ല, മോൻ കാരണം ഒരുപാട് കേസ് ഇപ്പൊ തന്നെ പെൻഡിങ്ങിലുവാ. എന്നാ ഒരു കാര്യം ചെയ്യാം, വേണ്ടെന്ന് പറഞ്ഞേക്കാം. അഡ്വാൻസ് പരസ്യം കൊടുത്തിട്ട് വേണ്ടെന്ന് വെക്കാനോ? താൻ ഏതായാലും മാറ്റർ വാങ്ങിക്കും. അവരുടെ റിസ്കിലോ പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ രേഖകളും സാക്ഷ്യങ്ങളും ഒക്കെ വാങ്ങിച്ചോണം. കുറുപ്പേ, ഈ ഇഷ്യൂവിൽ ഒരു 6 പേജ് വേണം. പുതിയൊരു മാറ്റർ വരുന്നുണ്ട്. അല്ല സർ, മാറ്റർ മുഴുവൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. ആ തിരക്കഥയും ജാതകവും വേണ്ടെന്ന് വെക്കേ. അതൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു സർ. എങ്കിൽ മാറ്റി വെക്കേ. അടുത്ത ലക്കത്തിൽ കൊടുക്കാം, ജൂലൈ ലക്കത്തില്. ജൂൺ മാസത്തെ ജാതകഫലം അതെങ്ങനെ സർ ജൂലൈയില്? അത് സാരമില്ലടോ, ജൂണും ജൂലൈ ഒക്കെ ഒന്ന് തന്നെയാ. സമയം നന്നായിരിക്കുന്നുണ്ടോ ജാതകഫലം? அம்மா, ப்ரொடியூசர் மோகன் சார் உங்களை பார்க்க வந்திருக்காரு. எங்கே? கீழே. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. ഞാൻ രാവിലെ മോഹനെ വിളിച്ചിരുന്നു. പുറത്തു പോയിരിക്കാനും സെർവന്റ് പറഞ്ഞു. ഞാൻ രാവിലെ മുതൽ വളരെ ബിസിയാ. നാട്ടിൽ നിന്ന് ചേട്ടനും ചേട്ടത്തെയും ഇവിടെ ഒരു കല്യാണത്തിന് വന്നിരുന്നു. ചേച്ചി നിന്റെ ഒരു ഫാനാ. ഞാൻ നമ്മുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ചേച്ചിയോട് സൂചിപ്പിച്ചു. ചേച്ചിക്ക് ആദ്യം വിശ്വാസമായില്ല. അച്ഛനെയും അമ്മയും കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ചേച്ചി ഏറ്റിരിക്കുകയാണ്. ഏതായാലും ഈ വർഷം കഴിഞ്ഞു മതി കല്യാണം. ഏറ്റിരിക്കുന്ന പടങ്ങൾ തീർക്കണ്ടേ? കല്യാണം കഴിഞ്ഞാ പിന്നെ അഭിനയം വേണ്ട, കുടുംബം മതി. ഫിലിം ന്യൂസിൽ നീ എന്തോ ഇരുകാലികളുടെ ലോകമോ നാൽക്കാലികളുടെ ലോകമോ ഏതാണ്ട് എഴുതാൻ പോകുന്നു പറഞ്ഞൊരു പരസ്യം കണ്ടു. അല്പം സാഹിത്യം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. ആരെക്കുറിച്ച് ആ സാഹിത്യം? അതൊക്കെ രഹസ്യ. മാസികയിൽ വരുമ്പോ അറിഞ്ഞാ മതി. വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കല്ലേ വെച്ചേ. അതിപ്പോ തന്നെ ആവശ്യം പോലെ ഉണ്ട്. ശരി, അപ്പൊ ഞാൻ വന്നത് നാട്ടിലേക്ക് പോകുന്ന കാര്യം പറയാനാ. വന്നിട്ട് കാണാം. ഓക്കെ, ഓക്കെ, ബൈ. ബൈ ബൈ. അദ്ദേഹത്തെ കണ്ടൊരു വിവരം പറഞ്ഞിട്ട് ഉടനെ പൊക്കോളാവുന്നേ. ഒരു വാക്ക് ചോദിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നോക്കിന്നേ, അദ്ദേഹം സമ്മതിക്കണ്ടേ? അങ്ങേരെയും കാത്ത് മറ്റേ ആർട്ടിസ്റ്റുകളും യൂണിറ്റും അങ്ങ് കേരളത്തിൽ കിടക്കയാ. അങ്ങേരോട് മദ്രാസ് വന്നിരുന്ന പിന്നെ അങ്ങേരെ എന്ത് ചെയ്യണം? നിശ്ചയിച്ചിരുന്ന കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് നാട് മുഴുവൻ വിളിച്ചുകൊണ്ട് നടക്കണം. എന്റെ കല്യാണം മുടങ്ങിയെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് വൈകുന്നേരം വാ. അപ്പോഴേക്കും എല്ലാം നേരെയാവും. ഇരുകാലികളുടെ ലോകം പ്രതീക്ഷ എന്ന ചിത്രത്തിന്റെ ജൂബിലി ആഘോഷ വേളയിൽ വെച്ചാണ് വിശ്വം ആദ്യമായി രേഖയുമായുള്ള തന്റെ സ്നേഹബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. 1 വർഷത്തിനകം ഞങ്ങളുടെ വിവാഹം നടക്കും. അന്ന് വിശ്വമായിരുന്നു, നല്ലവനായിരുന്നു. തുടർന്ന് അയാൾ താരമായി. അയാളുടെ പേരും മുഖവും തിളങ്ങിയപ്പോൾ മനസ്സിരണ്ടു തുടങ്ങി. ഒന്നെത്രോ എന്തൊക്കെ തോന്നിവാസങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്. കുടുംബം കലക്കി. എന്തായാലും ശരി, അവളെ വെറുതെ വിടരുത്. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ പോയ കാര്യം എന്തായി? നാണക്കേടാ. എങ്കിലും കാല് വരെ പിടിച്ചു നോക്കി. അച്ഛനും അമ്മയും സമ്മതിച്ചാലും ആ പെണ്ണ് സമ്മതിക്കില്ല. ഇനി ഓസ്കാർ അവാർഡ് കിട്ടിയ നടനായാലും ശരി, അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞത്. പിന്നെ നിർബന്ധിച്ച് നടത്തിയാൽ ആ രേഖ ചത്തതുപോലെ അവളും കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന്. ഇങ്ങനെയൊക്കെ ഒരു മോള് പറഞ്ഞാ പിന്നെ അച്ഛനും അമ്മയും എന്ത് ചെയ്യും സാർ? ഇരുകാലുകളുടെ തൊഴുത്തിൽ നീ എന്നെ കെട്ടി. എന്റെ വിവാഹം മുടങ്ങി. ഇനി നിനക്ക് ആഘോഷിക്കാം. വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുന്ന താരത്തിന്റെ മറ്റൊരു മുഖം ആരാധകർ കൂടി അറിയട്ടെ. അറിഞ്ഞടേ, ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ നിലവാരം ഇടിയും. കുടുംബത്തിൽ പറഞ്ഞ ഒറ്റ പെണ്ണും ഇനി എന്നെ വിവാഹം കഴിക്കില്ല. അതും കൂടി ആവുമ്പോ നിന്റെ പ്രതികാരം പൂർത്തിയാവും, അല്ലേ? പ്രതികാരം ആണുങ്ങളുടെ മാത്രം ജന്മാവകാശമല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായോ? 10 മാസത്തിന് മുമ്പ് ഒരു പെണ്ണ് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഉപേക്ഷിക്കരുതേന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ അവളെ ആട്ടി പുറത്താക്കി. ചാൻസ് അന്വേഷിച്ച് മദ്രാസിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന കാലത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റിയത് അവളാണെന്ന് പോലും ഓർക്കാതെ, സ്വന്തം കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ പരസ്യമായി തേവിടിച്ചെന്ന് വിളിച്ചു. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഭീരുവായി അവൾ ആത്മഹത്യ ചെയ്തു. വസ്ത്രം മാറുന്ന പോലെ കാമുകിമാരെ മാറുന്നത് സൂപ്പർ സ്റ്റാറിന് ഭൂഷണമായിരിക്കും.
പക്ഷെ എന്നും ഭാഗ്യവും സമയവും അനുകൂലമായിരിക്കില്ലെന്ന് ഓർത്താൽ നന്ന്. നീ ആരുടേത് പറയാൻ? പ്രവാചകയോ? ആ തെരുവ് നാടകക്കാരൻ രാജേന്ദ്രബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ചതിന് മന്ത്രി ഭാർഗവനെ കൊന്നെന്ന് പറഞ്ഞ് നീ കുറെ ഒച്ചയും വേളൊക്കെ ഉണ്ടാക്കി. പേടിച്ച് വിളിച്ച് അയാൾ രാജിവെച്ചു. വിരോധമുള്ള എല്ലാരെയും അതുപോലെ കരുവാരി തേക്കാമെന്ന് കരുതി അഹങ്കരിക്കണ്ട. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകരയ്ക്ക് അങ്ങനെ ഏറെക്കാലം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കരുതിക്കോ. നിന്നോട് പകരം ചോദിക്കാൻ എനിക്കറിയാം. അശ്വതിയുടെ ഇരുകാലികളുടെ ലോകത്തെ പറ്റിയുള്ള വായനക്കാരുടെ കത്തുകളായതൊക്കെ. അശ്വതിയുടെ ഇരുകാലാളുടെ ലോകം ഗംഭീരായി. ഇരുകാലാളോ? ആ ദേ നോക്കടോ. മന്തി ഭാർഗവ രാജിവച്ചാൻ കരണം അശ്വതിയ. ഇങ്ങോട്ട് കൊണ്ടുപോടും. ഞാൻ തന്നെ ഭേദം. മന്തി ഭാർഗവ. ആ ഇത് തന്നെയല്ലേ ഞാനും വായിച്ചത്. ഓ 24 അക്ഷരത്തിൽ 36 തെറ്റ്. തെറ്റിയതിൽ കുറ്റമില്ല. എഴുതിയ ആൾ അധ്യാപിക, അതും ഹൈസ്കൂളില്. ആഹാ. അടുത്ത ലക്കത്തിലുള്ള മാറ്റർ കിട്ടിയോടും. കിട്ടിയില്ല. ഇനി എപ്പോഴാ പ്രിന്റിങ് തുടങ്ങണ്ടേ? അവരിവിടെ കണ്ടുണ്ടല്ലോ ഏതോ ഷൂട്ടിംഗ് പ്രമാണിച്ച്. ഓ ഞാൻ കണ്ടിരുന്നു. പോകുന്നതിന് മുമ്പ് മാറ്റർ തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ആരെ കുറിച്ചാണോ അടുത്തത്? മന്ത്രി ഭാർഗവനെ കുറിച്ചാണെന്നാ എന്റെ തോന്നൽ. പക്ഷേ അവരത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്താ മുഖത്തൊരു വല്ലായ്മ? മന്ത്രിയെ കുറിച്ചായതുകൊണ്ടാണോ? മന്ത്രി ഭാർഗവനായതുകൊണ്ടാ. ആ തെരുവ് നാടകക്കാരൻ രാജേന്ദ്രബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച കേസിൽ ഭാർഗവനെ ശിക്ഷിക്കുമെന്ന് എന്താ ഉറപ്പ്? കേസും ജയിച്ച് ഭാർഗവൻ തിരിച്ച് മന്ത്രിയായാൽ എന്നെ കൊണ്ട് അയാൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും ശയന പ്രദർശനം ചെയ്യിക്കും. ആ കുമാർ, ആ ഡോ തന്നോട് പറയാൻ മറന്നുപോയി. എന്താ സാർ? കുറച്ചു മുമ്പ് ഒരാൾ ഫോൺ ചെയ്തിരുന്നു. പേര് പറഞ്ഞില്ല. അടുത്ത ലക്കത്തിൽ അശ്വതി ആരെ കുറിച്ചാണ് എഴുതുന്നതെന്ന് അയക്കറിയണോ? ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ എന്ന് എടുത്തു ചോദിച്ചു. പ്രൊഡ്യൂസർ തോമസ്? അതാരാ?